ഒരു ആഴ്ച മുഴുവൻ വീട്ടിൽ ചർച്ചയായ വിഷയങ്ങളൊന്നും ലാലേട്ടന്റെ പ്രൊമോയിലില്ല. ലാലേട്ടന്റെ പ്രൊമോയിലുള്ളത് അക്ബറിന്റെ അനീഷിന്റെയും ആ വലിയ പണി കിട്ടിയത് അവർക്ക് തിരിച്ച് ആ ഒരു പവർ കൊടുക്കാനുള്ള സംഭവമാണ് പ്രൊമോയിലുള്ളത്. എന്താണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നു വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ലേ? അതോ ഇനി അടുത്ത പ്രൊമോയിലായിരിക്കുമോ? എന്തായാലും ഷാനവാസിനെ ഇവിടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഷാനവാസ് എന്താണ് ഉത്തരം കൊടുത്തതെന്ന് പറയാം. പിന്നെ ഇവിടെ ആദില ഇവിടെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ അനു പറയുന്നു, ഇതുപോലെ അടി എനിക്കും പറ്റിപ്പോയത്, അന്ന് ഞാൻ പുതപ്പിൻ്റെ കാര്യം പറഞ്ഞത് ഇതേ ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ ശേഷം ഷാനവാസും റെനയും ഇന്ന് ലാലേട്ടന് വേണ്ടിയിട്ട് ഒരു പ്രണയലേഖനം എഴുതുകയാണ്. അപ്പോൾ നിവിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആണുങ്ങൾക്കൊക്കെ പ്രണയലേഖനം എഴുതാമല്ലേ എന്ന്. ഇനി നാളെ, അതായത് റീഗൽ ജ്വല്ലറിയുടെ സമ്മാനം ഈ ആഴ്ച ആർക്കാ കിട്ടിയെന്ന് പറയാം. 50ാമത്തെ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത് സൺഡേ. അന്ന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറയാം. ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം പ്രൊമോ വന്നിരിക്കുകയാണ്. അക്ബറും അനീഷും ഇനിയും കിട്ടിയ വലിയ പണി ലാലേട്ടൻ മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുത്തേക്കാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ മുന്നിൽ വിഷ്വലല്ല ശബ്ദങ്ങൾ കാണിക്കും. അതിനനുസരിച്ച് അവർ അടുക്കി വെക്കണം. കറക്റ്റായിട്ട് അത് അടുക്കി വെക്കുന്ന ആൾക്ക് പവർ കിട്ടും തോന്നുന്നു. തിരിച്ച് അനീഷിനെയും അക്ബറിനെയും ആക്ടിവിറ്റി ഏരിയയെ കൊണ്ടുവച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രൊമോസൊക്കെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ ഇപ്പോഴും വീട്ടിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടൊക്കെയാണ്. ഷാനവാസ് നിവീൻ വിഷയം, ആര്യ റന വിഷയം, പിന്നെ ഹോട്ടൽ ടാസ്കിന്റെ സംഭവങ്ങൾ, ഇതൊന്നും ലാലേട്ടൻ്റെ പ്രൊമോയിലില്ല. അതിന് പകരം ഈ ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി എനിക്കൊന്ന് പ്രൊമോ വരുമായിരിക്കും കേട്ടോ, കാത്തിരിക്കാം. അപ്പം എന്തായാലും വീട്ടിലുള്ള ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ടാണ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതിന് മുന്നേ തന്നെ ഇവിടെ ആദില ഭയങ്കര ഡെസ്പാണ്, പുള്ളിക്കാരി ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അനു ഇവിടെ സമാധാനിപ്പിക്കുന്നുണ്ട് ആദിലേനെ. എനിക്കും ഇതാണ് അന്ന് കണ്ടില്ല, എനിക്ക് ആര്യൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് അതാണ് ഞാൻ ഈ പുതപ്പിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആൾക്കാർക്കൊക്കെ എന്നോട് ഭയങ്കര ത്വരയായിരുന്നു പുതപ്പിനുള്ളിൽ എന്താണെന്ന് അറിയിക്കാൻ ഞാൻ പറയണം. അവരൊന്നും വന്നില്ല, ഇപ്പം എല്ലാം എൻ്റെ തലയെ കൊണ്ടിട്ടു, അതുപോലെയാണ് നിൻ്റെ അവസ്ഥ എന്നൊക്കെ ആദിലെ എടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഷാനവാസ് റനയ്ക്ക് ഇന്ന് കിട്ടിയത് പ്രണയലേഖനം. ലാലേട്ടൻ്റെ ഒരു പ്രണയലേഖനം എഴുതാനാണ്. 100 എണ്ണം എഴുതണം, അതിൽ 1 എണ്ണം ലാലേട്ടൻ വായിക്കും. ഇതുകൊണ്ട് കൊടുത്തപ്പോൾ നിവിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആണുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പ്രണയലേഖനം എഴുതാൻ പറ്റുമോ? ഭയങ്കര കഷ്ടം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതായത് എനിക്ക് തോന്നുന്നത് വീക്കെൻഡിൽ ലാലേട്ടൻ വായിക്കുമ്പോൾ അതിലൂടെ ഒരു മെസ്സേജ് ഷാനവാസിന് കൊടുക്കുമോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ലാലേട്ടൻ. കാര്യം ഷാനവാസ് ഒരു പ്രണയലേഖനം എഴുതുകയാണ്. അപ്പം അത് പ്രണയലേഖനമാണ് എഴുതുന്നത്, അതും ലാലേട്ടന്. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടെ ഇത് കൺവേ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അതൊരു ബിഗ് ബോസ് ഷാനവാസിന് കൊടുത്ത ടാസ്ക്കാണ്, റെനയ്ക്ക് കിട്ടിയ ടാസ്ക് അല്ല അത്. ഇനി അടുത്ത റീഗൽ ജ്വല്ലറിയുടെ കോയിൻ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ആദിലേക്കും ഒനിലിനും ജിസേലിനുമാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സിനിമ അവർക്ക് കാണിച്ചു കൊടുക്കും. ഏത് സിനിമയാണോ എന്തോ ഈശ്വര. 50th എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അനുമോളിൻ്റെ അക്ബറിൻ്റെ 2 ടീമായിട്ട് തിരിച്ചിട്ട് ഇവർ 2 പേരുടെ ടീമും 50ാമത്തെ എപ്പിസോഡിൽ സൺഡേ എപ്പിസോഡിൽ ഒരു കഥാപ്രസംഗം ചെയ്യണം. 4 മിനിറ്റ് 5 മിനിറ്റ് സമയം വീട്ടിലെ സംഭവ വികാസങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം. നൂറേനെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇന്നലെ നൂറ കൺഫെഷൻ റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വീട്ടിലെ ഒനിലും അഭിയും സാബുമാനും ഒക്കെ ഷാനവാസിൻ്റെ ജയിൽ ടൈം ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഷാനവാസ് തിരിച്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പിടിച്ച് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന്. കാര്യം ഷാനവാസ് പറയണമെന്നൊരു ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു കയ്യും കാലും ഒക്കെ എപ്പോഴും മുട്ടുന്നുണ്ടായിരുന്നു നിവിൻ എൻ്റെ അടുത്ത് കിടക്കപ്പം. അപ്പം ഞാൻ മാറി കിടക്കാൻ പറഞ്ഞു, അപ്പോൾ അവൻ പോയി പണി നോക്കാൻ പറഞ്ഞു. കയ്യും കാലും ഒക്കെയാണ് മുട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒനിൽ പറഞ്ഞു ഇവൻ പോകുന്നതിന് മുന്നേ ഞാൻ മാറിക്കിടന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടിയിട്ടില്ലെന്നാണ് ഷാനവാസ് പറയുന്നത്. അന്ന് മാറിപ്പോയ നിവിൻ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല 2 ദിവസത്തേക്ക്. പിന്നെ അവൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴാണ് മിണ്ടിയെന്നാണ് ഷാനവാസ് ആകെ കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒനിൽ പറയുന്നു, അപ്പോൾ നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നല്ല പറയുന്നത്, നമുക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭി പറയുന്നത് നിങ്ങൾ എന്ത് സ്പോട്ടിൽ അത് പറയാതിരുന്നത്? നിവിൻ ഇറങ്ങി പോയപ്പോഴും ഒന്നും പറഞ്ഞില്ല, നിവിൻ ഇറങ്ങി വാക്കൗട്ട് ചെയ്തില്ലേ? അപ്പോൾ ഒനിൽ പറയാണ് കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ 3rd വീക്കിൽ നടന്ന കാര്യം ഇറങ്ങിപ്പോകുമ്പോൾ അവൻ 25-ാം തീയതി ഇറങ്ങിപ്പോയി, അപ്പോൾ പോലും നിങ്ങളൊന്നും പറഞ്ഞില്ല. 26-ാം തീയതി അവൻ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 27-ാം തീയതി അവൻ തിരിച്ചു വന്നു. ഏകദേശം 28-29-ാം തീയതി വൈൽഡ് കാർഡുകളും വന്നു. വൈൽഡ് കാർഡുകൾ വന്ന ശേഷം നിവിൻ നിങ്ങളുടെ അടുത്ത് കിടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിങ്ങനെ പറയുന്നത്? പോയപ്പോൾ നിങ്ങൾ പറയുന്നു
പിന്നെ നിങ്ങൾ പറയുന്നത് പോയപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കോംബോ പോയി, നിങ്ങളെ കണ്ടന്റ് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഷാനവാസ് പറയുന്നത് അത് നിങ്ങൾ വക്രീകരിച്ച് കാണുന്നതുകൊണ്ടാണ്. നമുക്ക് ഒരാൾ ഇവിടുന്ന് പോകുമ്പോൾ അയാളുടെ നല്ല വശങ്ങൾ മാത്രമല്ലേ നമ്മൾ പറയുള്ളൂ. അതുകൊണ്ട് നിവീൻ ഇവിടുന്ന് പോയത് കൊണ്ട് എൻ്റെ ഒരു കോംബോ പോയി, അവളുടെ കളിയും ചിരിയൊക്കെ പോയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അഭി വന്ന ശേഷം കിടന്നിട്ടേ ഇല്ലല്ലോ നിങ്ങളുടെ അടുത്ത്, പിന്നെ എങ്ങനെ അത് പറയാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് അതിന് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ഷാനവാസ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒനിയിൽ പറയുന്നത് 27, 28 സത്യം പറഞ്ഞാൽ 29 തീയതിയാണ് വൈൽഡ് കാർഡ് വരുന്നത്. 30ാമത്തെ എപ്പിസോഡിനാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഷാനവാസ് അതൊക്കെ നാളെ നമുക്ക് കാണാം. നാളെ ഷാനവാസ് ഇത് പറയും കേട്ടോ. ഇന്ന് നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ലേ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒനിലും അവരൊക്കെ ഞെട്ടും കേട്ടോ, ഇതെന്താ ഇത്. അപ്പം ഈ ഒരു സംഭവത്തിന് വേണ്ടി ആദിലെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3ാമത്തെ ആഴ്ച നടന്ന ഇറിറ്റേഷൻ ഇതൊക്കെ പറഞ്ഞതെന്ന് പറയും. മനസ്സിലായില്ലേ? അതോ ഇനി വേറെ എക്സ്ട്രാ വല്ലതും ചേർത്ത് പറയുമോ എനിക്കറിയില്ല. ഇന്നലെ നമ്മൾ പറയുന്നത് കേട്ടില്ല, നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നല്ല നമ്മൾ പറയുന്നത്, എന്നല്ല പറയുന്നത്. മോശമായ ഒരു പദപ്രയോഗം നിങ്ങൾ കുറേ അവനെ കടന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഷാനവാസ് നിങ്ങളൊക്കെ എന്തൊക്കെ മോശം പറയുന്നു അത്, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് ആരിനെയൊക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. മല്ലിയില കട്ടപ്പോൾ ഈ ചെറിയ വിഷയത്തിന് നിങ്ങൾ ഇത്രയും വലിയൊരു അലിഗേഷൻ എടുത്ത് ഇട്ടുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അത് മല്ലിയില ചെറിയ വിഷയം അല്ലല്ലോ എന്ന് ഷാനവാസ്. അല്ല ഏട്ടാ, മല്ലിയില എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമായിരുന്നല്ലോ. ആ ഒരു വഴക്കിൽ ഇത്രയും വലിയൊരു സംഭവം എടുത്ത് അവരെ തലയിൽ ഇട്ടുകൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചത്. 3ാമത്തെ ആഴ്ച നടന്ന ഈ ഒരു ചെറിയ ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ ഇട്ടത്, അതൊക്കെ പറയാം എന്ന് ഷാനവാസ് പറയുകയാണ്. അപ്പോൾ ഇതിൽ അവർക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായിരുന്നാലും ഇന്ന് ചോദിക്കുമില്ലെന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഒരു പ്രൊമോയോ ഒന്നും വന്നിട്ടില്ല. നമ്മളെല്ലാവരും കാര്യം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ എപ്പിസോഡിൽ ഈ വിഷയം എല്ലാ ദിവസവും എത്ര ദിവസമായി ഈ ഒരു വിഷയം തന്നെ ചെയ്യുന്നു, എന്നിട്ടും ഇത് ചർച്ച ചെയ്തില്ലെങ്കിൽ എനിക്കറിയില്ല. അത് മനഃപൂർവ്വമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് കാത്തിരിക്കാം, ഇതിനകത്ത് എപ്പിസോഡ് കാത്തിരിക്കാം. ഇതുവരെ അതിൻ്റെ പ്രൊമോയോ ഒന്നും വന്നിട്ടുമില്ല. സോ എനിക്കറിയത്തില്ല ഇതെന്താന്നുള്ളത്. എന്തായിരുന്നാലും ഫുൾ നിവീൻ തിരിച്ചു പോയിട്ട് വന്നിട്ട് കിടന്നിട്ടേ ഇല്ലെന്ന് ഒനിയിലും അവരൊക്കെ പറയുന്നു. ഷാനവാസ് പറയുന്നു ഇത് തിരിച്ചു പോയി വന്ന ശേഷമാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഇത് പണ്ട് എനിക്കുണ്ടായ ഇറിറ്റേഷനാണ്, അതെടുത്തിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് പറയുന്നു. എല്ലാം കൺഫ്യൂഷൻ, എന്തെന്നൊന്നും ഒരു പിടിയും കിട്ടണില്ല. എന്തൊക്കെയാണോ ഇത് നടക്കുന്നത്? അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനിയെങ്കിലും ഒന്ന് ഗെയിം കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അടുത്ത ആഴ്ചയെങ്കിലും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉള്ളൂ. ഇനി അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പം ആ പ്രൊമോ നമ്മളെല്ലാം കാത്തിരുന്ന പ്രൊമോ എന്തെങ്കിലും വിഷയം ചോദിക്കുന്നായിരുന്നു, ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി കണ്ടറിയാം എന്തെങ്കിലും ചോദിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ തൊട്ട് തലോടി വിടും. മിക്കവാറും ഈ വിഷയം അങ്ങനെ കൂളാക്കി പ്രേമലേഖനമൊക്കെ വായിച്ചങ്ങ് വിടാനുള്ള ചാൻസാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത ആഴ്ച ഇതേ വിഷയം തന്നെ വരും. അതുകൊണ്ട് ഇത് വലിയ കണ്ടന്റ് ആക്കാതെ അങ്ങ് വിടാനായിരിക്കും ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.